എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നൊരു പൊതിച്ചോറ് ട്രൈ ചെയ്യാവേ. കുറച്ച് ഐറ്റംസേ ഉള്ളൂ. ഇന്ന് അവധി ആയതുകൊണ്ട് ഏട്ടൻ ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ വാങ്ങി വെച്ച മീനും ഉണ്ട്. മാന്തയാണ് കേട്ടോ മീൻ. അങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ചൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. ഇതിപ്പോൾ ഇന്നതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുകയാണേ. സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ വഴറ്റി നമുക്ക് ബീഫിനൊപ്പം കുക്കറിലിടാവേ. അതോടൊപ്പം തന്നെ നമുക്ക് മത്തനും ഒന്ന് ശരിയാക്കി എടുക്കാം. ഇന്നലെ അടുത്ത വീട്ടിൽ നിന്ന് തന്ന മത്തനാണ് കേട്ടോ. നല്ല മഞ്ഞ കളറുണ്ട്. വെറുതെ കടുക് താളിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ തന്നെ ഇത് നല്ല ടേസ്റ്റാണ്. മത്തൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. മീൻ മസാല തേച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാം. ബീട്രൂട്ട് ഉപ്പേരി സാധാരണ പോലെ തന്നെ ഞാനൊരു കഷ്ണം വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. അത് നല്ലൊരു ടേസ്റ്റാണ്. ഇത്തിരി തേങ്ങയും കൂടെ ഇട്ട് ഒന്ന് ചിക്കിയെടുത്താൽ ബീട്രൂട്ട് ഉപ്പേരിയും റെഡിയായേ. സഹായിയായി കണ്ണനുണ്ട് കേട്ടോ. കറിവേപ്പില വറുക്കാനും പച്ചമുളക് വറുക്കാനും ഒക്കെ ആയിട്ട് അവൻ ഓടി നടക്കുന്നുണ്ട്. ഇനി നമുക്ക് മീനും കൂടെ വറുത്തെടുക്കാം കേട്ടോ. നമുക്കൊരു മുട്ട കൂടി പൊരിച്ചെടുക്കാം കേട്ടോ. ഇത്രയും ഐറ്റംസൊക്കെ ഉള്ളപ്പോൾ മുട്ടയൊന്നും എടുക്കാറില്ല കേട്ടോ. പിന്നെ പൊതിച്ചോറ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് മുട്ടയും കൂടെ എടുക്കുന്നത്. ഇനി നമുക്ക് വേവിച്ച് വെച്ച ബീഫും കൂടെ ഒന്ന് ശരിയാക്കി എടുക്കാം. നമ്മുടെ കാരണവർ ഇല വെട്ടി വരുന്നുണ്ട് കേട്ടോ. ഇല വെട്ടി കഴുകി വന്നിട്ടുണ്ട്. നന്ദു അതിൻ്റെ ഇടയിൽ ബനിയൻ ഇടാതെ വന്നപ്പോൾ വീഡിയോയിൽ കുടുങ്ങുമെന്നും പറഞ്ഞുകൊണ്ട് ബനിയൻ ഇടാൻ പോയതാണ്. ഇട്ട് വന്നപ്പോൾ സംഭവം തിരിഞ്ഞു പോയി. അതിൻ്റെ കളിയായി കാണുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് സെറ്റാക്കാം കേട്ടോ. ഒരു ചമ്മന്തി കൂടെ അരയ്ക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. അത് സത്യം പറഞ്ഞാൽ മറന്നു പോയതാണ്. ആ ചമ്മന്തി അവിടെ ഉരുട്ടി വെച്ചതും കൂടെ ആയാലേ അതിൻ്റെ ആ രൂപം തന്നെ ഒരു ഭംഗിയുള്ളതാവുള്ളൂ. എന്നാലും നമുക്കിപ്പോൾ ഇത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. പൊതിയാൻ എനിക്ക് അത്ര വശമില്ലാത്തതുകൊണ്ട് അത് ഏട്ടനാണേ ചെയ്തത്. ഇനി കുറച്ച് സമയം അവിടെ ഇരിക്കട്ടെ. ഇതേ കുറച്ച് കഴിഞ്ഞ് കണ്ണനത് വന്ന് തുറന്നിട്ടുണ്ട്. തുറന്നപ്പോൾ ഇലയുടെ വശം തിരിഞ്ഞു പോയി. അപ്പോൾ അതൊന്ന് തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അവനതൊന്ന് എടുത്ത് കഴിച്ച് നോക്കട്ടെ. സംഭവം കുഴപ്പമില്ലാന്ന് തോന്നുന്നു കേട്ടോ. നന്ദുവും കഴിക്കുന്നുണ്ട്, കണ്ണനും കഴിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടു എന്നാണ് തോന്നുന്നത്. നോൺ വെജ് ഉണ്ടെങ്കിൽ പിന്നെ കുട്ടികൾക്ക് അത് മതിയല്ലോ. നന്ദുവിന് കുറച്ച് ഓവർ എക്സ്പ്രഷൻ ഇടലുണ്ടോ എന്നൊരു സംശയം. എന്നാലും സംഭവം കൊള്ളായിരുന്നു കേട്ടോ.